കഷ്ടോടെ ഇത്. പക്ഷെ നിങ്ങളെന്നെ വലിച്ചോണ്ട് ഓടല്ലേ? അരിയട ഒന്ന് ഇറങ്ങി പോണ താണ്ടെ കുമാരനെ കൊല്ലുണ്ടാടേ. ഇപ്പൊ കാണാൻ എവിടാ നീ പറഞ്ഞ തുണിയിലാണ്ടിരിക്കണ ആള്? ഒരു പാവം മനുഷ്യനായിരുന്നു. പുള്ളിയുടെ പാൻറ് അരണ്ടങ്ങ് എടുത്തോണ്ട് പോയെന്ന്. പിന്നെ അനിയ വിഷമിക്കണ്ട, ഒരു 2 സെക്കൻഡ് ഒരു മുണ്ടെടുത്തോണ്ട് ഞാൻ ഇപ്പൊ വരാം. ഒന്ന് മാറ്, ഒന്ന് വഴിന്ന് മാറ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് നീയാണ്. അനിയ ദേ ഇത് പിടിച്ചോ. എന്ത് പരിപാടിയാണ് കേട്ടോ കാട്ടിയത്? എന്തിനാ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത്? അതൊന്ന് കാര്യമൊക്കെ ഉണ്ട്, എടുത്തോണ്ട് വേഗം വാ. ആൾക്കാർ നല്ല കലിപ്പിലാണ്. വേഗം വാ 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 വാ. മുണ്ടെങ്കിൽ മുണ്ട്. ചേട്ടാ ഇന്നലെ ഒരു വീഡിയോ വൈറലായില്ലേ? ആ പുള്ളിയുടെ വീട് ഇതാണോ? ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആണോ? ഇന്നലെ ഇട്ട വീഡിയോ അത് വൈറലായ? 1 മില്യൺ അടിച്ചു. 1 മില്യൺ. 1 മില്യനാ? ആ ഞാനാണത്. അത് ചേട്ടാ. അതെ അതെ. ഇത് പിടി 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 പിടി. ഞാൻ തിരിച്ചിട്ട് വരാം. ഒറ്റ മിനിറ്റ്. ചേട്ടാ വൈറലായ അയാളുടെ വീട് ഇതാ വീട്. ഇത് റിപ്പോർട്ടർ ചാനലാണ്. അതെ. മറ്റേ മുട്ടയില്ലേ? ഇല്ല ഇല്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. വാ 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 വാ. അമ്മേ നമ്മൾ പഴയ ആൾക്കാരല്ല, സെലിബ്രിറ്റികളാണ്. റീൽസ് ചെയ്യുന്നവന്മാർക്ക് എന്തോന്ന് നാണോടി. അമ്മേ ഇങ്ങനെ നിൽക്കാതെ വല്ല വെള്ളോ ചായോ എടുത്ത് അടിച്ച് കേറി വാ. നീയും വാ. എന്തായാലും ഇത്രയും പെട്ടെന്ന് വൈറലാവും അല്ല. വിനോദ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ ഇന്നലെ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞായറാഴ്ചയിലാവും. ഒരു 10-10:30 മണിയാകുമ്പോൾ എഴുന്നേക്കുള്ളൂ. അപ്പൊ എന്റെ ഭാര്യയും എന്നെ എടുത്താൽ വിനോദം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട്. വിനോദിന്റെ പേരൊക്കെ എങ്ങനെ പഠിച്ചാന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ് ഇപ്പോൾ വിനോദേ, ചേട്ടനൊരു നല്ല കാലം വരുമ്പോ ഇങ്ങനെയാടാ റൂമിൽ കയറി കിടക്കുന്നത്. വിനോദേ സംഭവം വൈറലായി. ഏഷ്യാനെറ്റ്, 24 നമ്മൾ റിപ്പോർട്ട് എല്ലാരും താഴെ വന്നിട്ടുണ്ട്. എടാ എന്റെ റീൽസ് വൈറലായി. ഞാൻ ഫേമസ് ആണ് ഇപ്പൊ. നീ വാങ്ങിട്ട് നമുക്ക് പറയാലോ ശ്രീരാജിന്റെ അനിയനാണെന്ന്. എന്റെ വയറ് ഇനി BBC കൂടെ വരാളൂ. ബാക്കി എല്ലാവരും എന്റെ അനിയൻ. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗ്നതാ പ്രദർശനം നടത്തിയ വിനോദ് എന്ന ചെറുപ്പക്കാരന്റെ വീടിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് വിനോദ്. പറയൂ വിനോദ്, എന്താണ് പറയാനുള്ളത്? വിനോദ്, ഈ നഗ്നതാ പ്രദർശനം അവിചാരിതമായി സംഭവിച്ചതാണോ അതോ വൈറലാകാൻ വേണ്ടി താങ്കൾ മനഃപൂർവ്വം ചെയ്തതാണോ? നഗ്നതാ പ്രദർശനം? നീയോ? ഞാനോ? നമ്മുടെ മോനെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന്. തുണി പൊക്കി കാണിച്ചെന്ന്. ശ്രീരാജല്ല, വിനോദ്. എന്റെ ഭഗവതി. വിവാഹ
വിവാഹപ്രായം കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്തതിന്റെ പ്രതിഷേധമാണോ ഇത്? ചികിത്സയല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സിനിമയുടെ ഭാഗമായിരുന്നെങ്കിൽ ഉറപ്പായും ഇതിന് എ സർട്ടിഫിക്കറ്റ് കിട്ടിയേനെ. ഇത് പാരാഫീലിയ എന്ന മനോരോഗ പട്ടികയിൽ വരുന്ന ഒരു തരം എക്സിബിഷനിസമാണ്. PSC ടെസ്റ്റ് എഴുതി സർക്കാർ സർവീസിൽ കയറിയ ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് ഇങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് എഴുതാതെ കയറിയവരുടെ അവസ്ഥ എന്തായിരിക്കും? KSRTC കംഫർട്ട് സ്റ്റേഷനിലെ ലേഡീസ് ടോയ്ലറ്റിൽ അതിക്രമിച്ച് കയറിയ യുവാവ് നടത്തിയ നഗ്നതാ പ്രദർശനം കേരളത്തെ ഒന്നാകെ ഉത്കണ്ഠയിലാക്കിയിട്ടുണ്ട്. അജിത, നമ്മുടെ സുനിൽ, റിപ്പോർട്ടർ സുനിൽ ലൈനിലുണ്ട്. വിനോദ് എന്ന ചെറുപ്പക്കാരൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് കൂടിയും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അത് സമൂഹത്തിന് തന്നെ വളരെയധികം ദോഷകരമാണ്. വിനോദിന്റെ അച്ഛന്റെ കടയിൽ നിന്ന് മാസപ്പടിക്ക് സാധനം വാങ്ങുന്ന അയൽവാസിയായ ചേട്ടൻ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? അവനാള് പാവാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ആശനെ. ഒരു പുരുഷന്റെ ടോയ്ലറ്റിലേക്ക് ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ ഇങ്ങനെ കയറി പോയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു അന്ത്യചർച്ച ഇവിടെ നടത്തുമായിരുന്നു ഈ തുണിമുക്കി കാണിച്ചെന്ന് പറയുന്ന പയ്യില്ലേ, അവന്റെ പേരെന്ത്? എന്തൊരു വിനോദ് അഴുക്ക പയ്യൻ. അവന്റെ അച്ഛൻ അതിനെക്കാളും വഴിക്ക. ഈ പുരുഷ മേധാവിത്വം പബ്ലിക് ടോയ്ലറ്റിന്റെ, അതും ലേഡീസ് ടോയ്ലറ്റിന്റെ മുന്നിൽ വന്ന് നിന്ന് പൗരുഷം പ്രദർശിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇവന്റെ ചെത്തി പട്ടി കരിഞ്ഞിട്ട് കൊടുക്കണം. സ്ത്രീകളുടെ ഡോറി മുട്ടുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വിവരം ഞങ്ങൾ മലയാളികൾക്കുണ്ട്. ഞങ്ങൾ കഴിക്കുന്നതും അരിയാഹാരമാണ്. തനിക്ക് ഇത്ര മുട്ടി നിൽക്കുവാണെ താൻ പോയി പെണ്ണ് കെട്ടോ? ഭയങ്കര കഷ്ടം. നിനക്കൊക്കെ ആര് പെണ്ണ് തരാനാടാ? വിശ്വസ്തയോട് വിനോദ തൈവളപ്പിൽ ഞാൻ തന്നെ. ഇയാൾ എന്റെ വീഡിയോ കണ്ടിട്ടില്ലെന്നോ? ഒന്ന് കാണിച്ചോ. വിനോദേ വേണ്ട, അർത്ഥം വീഡിയോ കാണിച്ചില്ല. നാണോ? സോറി. അല്ല, സുഹൃത്തിന്റെ ജോലി എന്താണ്? ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ. ഓ, അപ്പൊ ഈ പാൻ്റാണ് പ്രശ്നം. പാന്റ് പോയത് മാത്രമല്ല പ്രശ്നം. കേരളത്തിലെ 90% ആളുകളും പാന്റ് ഇട്ടാണ് നടക്കുന്നത്. പിന്നല്ലാതെ KSRTC കംഫർട്ട് സ്റ്റേഷനിൽ അത്യാവശ്യമായിട്ടൊന്ന് തൂറാൻ പോണെങ്കിൽ ഇതെവിടെയെങ്കിലും കൊളുത്തിടണ്ടേ? അതിനൊരു ആണിയോ ഹുക്കോ വേണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ വൃത്തിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അല്ല, നമ്മൾ ഗവൺമെന്റിന് ഇത് കൊടുക്കാനല്ലേ കഴിയുള്ളൂ. നമ്മുടെ ജനങ്ങളല്ലേ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, ഒരു ക്യാമറ വെക്കണം. ക്യാമറ വെച്ചിട്ട് അതിനകത്ത് നടക്കുന്ന അനീതികളൊക്കെ പുറത്തു കൊണ്ടുവരണം. അതെ. എന്നിട്ട് വേണം ഞാനകത്താവാൻ വേണ്ടിട്ട്. ദുബായിൽ KSRTC വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ഇന്നൊരു പരാതി കൊടുത്താൽ അവർ ഇന്ന് തന്നെ തീർക്കും. നാളത്തേക്ക് ഒരു കാര്യം വെക്കൂല. ആണോ? UAE KSRTC ഒക്കെ ഉണ്ടോ? പിന്നെ കരാമ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ കമ്പനി. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് കേരളത്തിന് ആവശ്യം. എനിക്ക് നിങ്ങളിൽ നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചിരിക്കും. അപ്പൊ വിനോദേ, തീർച്ചയായിട്ടും വൈശാഖ ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് ചെറിയ പ്രതീക്ഷ വന്നു. പോകാം. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ഇതടാ. അതെ, എന്റെ ഫോൺ കണ്ടിരുന്നാടാ. നിന്റെ ഫോൺ അങ്ങനെ എന്റെ കയ്യിൽ? എന്റെ ഫോണല്ലേ എന്റെ കയ്യിൽ. അതെ അതെ. ആ, എനിക്ക് തോന്നുന്നേ ഞാൻ ഫോൺ അവിടെ വെച്ച് മറന്നുപോയിന്ന്. ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. നീ ഒന്ന് വായിച്ചിരിക്കേ. വയറിലായപ്പൻ ചെറുക്കന്റെ കിളി പോയെന്ന് തോന്നുന്നു. ആ, താൻ എൻ്റെ അപേക്ഷ കീറിക്കളഞ്ഞല്ലേ? താനിപ്പോൾ കീറിക്കളഞ്ഞതൊരു പേപ്പർ മാത്രമല്ല, ഒരു പൗരന്റെ അവകാശം കൂടിയാണ്. സർക്കാർ സാലറി വാങ്ങിയിട്ട് തെണ്ടിത്തരം കാട്ടുന്നോടാ തെണ്ടി. പിന്നെ നിന്റെയൊക്കെ തീട്ടപ്പരാതി പരിഹരിക്കലല്ലേ എന്റെ ജോലി. ഒന്ന് പോടാ അവിടുന്ന്. വൈശാഖ, ഇങ്ങനെയൊന്നുമല്ലോ പറഞ്ഞത്. ആവശ്യമില്ലാത്ത ആശ പറ്റിക്കണം. വൈശാഖ വിടാൻ. വൈശാഖ, ഒരു സാധാരണക്കാരന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശമില്ല. വിട്ടെ. ഓക്കെ കേട്ടാ. പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശമുണ്ട്. ഒന്നുകൂടി പിടിച്ചോ. 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 മതിയോ? പറ്റിക്കോ? പറ്റിക്കില്ലേ? ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ.
ഈ സമൂഹത്തിൽ നീ ഒരുപാട് നാറി. എന്താ ആദ്യമായിട്ട് കേൾക്കുന്നൂലെ? പക്ഷെ നീ നാറി അത്ര ഇല്ലെങ്കിലും നമുക്കതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. ജയ് ജവാൻ ജയ് കിസാൻ. ഇതേത് വൈബന്റെ ഈശ്വര? നീ ഇത് കണ്ടോ? വെള്ളാറട ഗ്രാമപഞ്ചായത്തിൽ തന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് 100 തവണ കയറി ഇറങ്ങി യുവാവസ്ഥ ഒന്നും നടക്കാത്തപ്പോൾ ആ ഓഫീസ് കത്തിച്ചു. പിറ്റേന്ന് മന്ത്രിമാർ ആ പ്രശ്നത്തിൽ ഇടപെട്ട് അവന്റെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തു. അതൊക്കെ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നീ തീയിടണം. എവിടാ? KSRTC. തീടാനോ? ജസ്റ്റ് ഒന്ന് തീപ്പിടി വെച്ചിട്ട് കൊടുത്തായി. ബാക്കിയെല്ലാം കത്തിക്കയറുകളും പഴയ സാധനങ്ങളല്ലേ. അത് കത്തിക്കോളും. അത് പക്ഷെ വലിയ പ്രശ്നമാവിടാ. പ്രശ്നമാവണം. എടാ, എന്നിട്ട് നീ പോലീസുകാരോടും മന്ത്രിമാരോടും പറയണം, അവർ നിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തേരും ഒപ്പിട്ടേരും ഹോട്ടലിൽ പൂട്ടിക്കും. എന്താ? എങ്കിൽ ഒരു യുദ്ധത്തിനായി നീ തയ്യാറെടുത്തോളൂ വൈശാഖ. എപ്പോഴേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നു? സർക്കാർ വണ്ടി ഞാൻ മറന്നുപോയി. ലാസ്റ്റ് ചാൻസ് ആണ്. ഞാൻ പറഞ്ഞ മാഡത്തിന് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? അണ്ണാക്കി വീഡിയോട്ട് ഇങ്ങനെ ഇരുന്നോ. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം കേട്ടാ. കാണിച്ചു തരാം, ഞാൻ ശരിയാക്കി തരാം. ആ, വിനോദ് സസ്പെൻഷനിലായതും വിവാഹം മുടങ്ങിയ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴൊക്കെ അറിഞ്ഞല്ലോ. സന്തോഷമായില്ലേ? എനിക്കെന്താ സന്തോഷം? എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഇവിടുത്തെ സിസ്റ്റം ശരിയായിരുന്നെങ്കിൽ ഇത് പോയപ്പോൾ എനിക്കല്ലേ പോയുള്ളൂ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. ആഹാ, നിങ്ങൾ പരിമിതി കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എന്താ ചെയ്യേണ്ടെന്നേ എനിക്കറിയാട്ടാ. അവളൊരു ഫുഡ് സേഫ്റ്റി ഓഫീസർ വന്നേക്കണേ.